മഹാദൈവവും രക്ഷിതാവുമായ യേശു മശിഹായ്ക്ക് മഹത്വം ഉണ്ടാകട്ടെ. ഒരാഴ്ച കൂടെ എന്നെ ഈ മെസ്സേജിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഗ്രൂപ്പിനോട് ചേർന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരിൽ കൂടെ പുറപ്പെട്ട സുവിശേഷവും അതിനോട് അനുബന്ധമായ ഉപദേശങ്ങളും സംസാരിക്കുകയും അതിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയെ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. ഈ ഗ്രൂപ്പിൻ്റെ എല്ലാ അഡ്മിൻസ് സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും നന്ദിയെയും ഈ സമയത്ത് അറിയിക്കുന്നു. ഇന്നത്തേക്ക് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന വിഷയം കർത്താവായ യേശു ക്രിസ്തു ആരാണ് എന്ന വെളിപ്പാട് ആണ്. മത്തായിയുടെ സുവിശേഷം 28:16 മുതൽ ഉള്ള വാക്യങ്ങൾ. അതുപോലെ തന്നെ ആ നാമം, രക്ഷയുടെ നാമം ഏതാണ് എന്നുള്ള വെളിപ്പാട് ആണ് അപ്പോസ്തല പ്രവൃത്തി 2:38. നമുക്കറിയാം, മോശയെ ദൈവമായ കർത്താവ്, കർത്താവായ ദൈവം, ദൈവമായ കർത്താവ്, ഒരു കർത്താവേ ഇസ്രായേലിന് ഉള്ളൂ. ആ കർത്താവ്, അതായത് അഡോനായി, അത് ദൈവമായ യഹോവയായ ദൈവം എന്ന് പഴയ നിയമത്തിൽ വിളിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഏക കർത്താവ് തന്നെ എന്ന് പുതിയ നിയമത്തിൽ ശിഷ്യന്മാർ പറയുന്നു. ദൈവം ഒരുവൻ മാത്രം എന്ന് പിന്നെയും പിന്നെയും തൻ്റെ ലേഖനങ്ങളിൽ കൂടെ നമ്മളെ അറിയിപ്പിക്കുന്നു. അതായത് അഗാഢമായ വിശ്വാസം യഹൂദന്മാരായ ശിഷ്യന്മാർ തനിക്ക് കിട്ടിയ ആദ്യവും ഏറ്റവും മുഖ്യമായ കൽപ്പനയെ അവർ ഹൃദയത്തോടെ കൈക്കൊണ്ട് അവർ അതിനെ തന്നെ വിശ്വസിച്ചിരുന്നു. ദൈവം ജഡത്തിൽ പ്രത്യക്ഷനായി, അതാകുന്നു പുത്രൻ എന്ന് അവർ വിശ്വസിച്ചു. പിതാവായ ദൈവത്തിങ്കലും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലും എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തിയെക്കുറിച്ചല്ല അവർ ആഗ്രഹിച്ചു പറഞ്ഞത്. അവർ പറഞ്ഞത് ദൈവം സർവത്തിൻ്റെയും മീതെയും പിതാവും ദൈവവുമായിരിക്കുന്നു, പിതാവായ ഏക ദൈവമേ നമുക്ക് ഉള്ളൂ എന്ന് വളരെ വ്യക്തമായിട്ട് വചനം പറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവും നമുക്ക് ഉണ്ടു എന്ന് പറയുമ്പോൾ ആ ദൈവമായ കർത്താവ് തന്നെയാണ് കർത്താവ് ആകുവാൻ, അല്ലെങ്കിൽ രക്ഷിതാവ് ആകുവാൻ, പുതിയ നിയമത്തിൽ രക്ഷിതാവാകുവാൻ അവൻ ജഡത്തിൽ പ്രത്യക്ഷനായി. അതുകൊണ്ട് അവൻ പുത്രൻ എന്ന പദവിയും വഹിക്കുന്നു എന്ന് പറയുന്നു. അവൻ സൃഷ്ടിയിൽ പിതാവും അവൻ രക്ഷയുടെ വേലയിൽ പുത്രനും ആകുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പുത്രൻ എന്ന നിലയിൽ ഈ ലോകത്തിൽ നിന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകുന്നു, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ വേലയെ ചെയ്യുന്നു, ഞാൻ സ്വയമേ ഒന്നും ചെയ്യുന്നില്ല, പിതാവ് തന്നെ എന്നിൽ വസിച്ചുകൊണ്ട് എല്ലാം ചെയ്യുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ദൈവം ആത്മാവാകുന്നു, അവനിൽ ഉള്ള സകല പ്രവൃത്തിയും അവൻ്റെ ജഡത്തിൻ്റേതല്ല, അവൻ്റെ ആത്മാവിൻ്റെ എന്ന് പറയുന്നു. ആത്മാവായ ദൈവം, സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം. അതുകൊണ്ട് മനുഷ്യനായ യേശു, അതായത് ജനിച്ചവനും മരിച്ചവനുമായ മനുഷ്യനായ യേശുവിനെ പറ്റി പറയുന്നു, ഞാൻ സ്വയമേ ഒന്നും ചെയ്യുന്നില്ല, അതായത് ജഡമായ ഞാൻ സ്വയമേ ഒന്നും ചെയ്യുന്നില്ല, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ വേലയെ ചെയ്യുന്നു. അതായത് ജീവൻ നൽകുന്ന ആത്മാവ്, അല്ലെങ്കിൽ ജീവിപ്പിക്കുന്ന ആത്മാവ് അവനിൽ വസിച്ചുകൊണ്ട് ജീവൻ ലഭിച്ചവൻ, ആ ജീവിപ്പിക്കുന്ന ആത്മാവ് അവനിൽ വസിച്ചുകൊണ്ട് ആ വേലയെ ചെയ്യുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. വചനം ദൈവം ആയിരുന്നു, വചനം ജഡമായി തീർന്നു, അതാകുന്നു പുത്രൻ എന്ന അവസ്ഥ, അല്ലെങ്കിൽ ദാസൻ എന്ന അവസ്ഥ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ കാണുന്നു, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ വേലയെ ചെയ്യുന്നു. അതുപോലെ തന്നെ ഫിലിപ്പോസ് പിതാവിനെ കാണിച്ചു തരണമേ എന്ന് പറയുമ്പോൾ അവൻ പറയുന്നു, ഞാൻ
എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഇത്രയും നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നിട്ടും നീ ഇത് അറിയുന്നില്ലല്ലോ ഫിലിപ്പോസേ. ഞാൻ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, അറിഞ്ഞും ഇരിക്കുന്നു എന്ന് വളരെ വ്യക്തമാക്കുന്നു. അപ്പോൾ പിതാവും അവനും തമ്മിൽ ഉള്ള ബന്ധം, അവർ ഒന്നാകുന്നു. ആത്മാവ് എന്ന നിലയിൽ അവർ ഒന്നാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ചില ലേഖന ഭാഗങ്ങളിൽ പിതാവ് എന്നേക്കാൾ വലിയവൻ എന്ന് പറയുന്നതും ഒക്കെ എടുത്തുകൊണ്ടാണ് പലതരത്തിലെ തിയോളജീസ് ഈ ലോകത്തിൽ ഇന്ന് ഉള്ളത്. ആ ഒരു കാര്യം കർത്താവ് പറയുമ്പോൾ പുത്രത്വം എന്ന അവസ്ഥ അല്ലെങ്കിൽ മനുഷ്യത്വം എന്ന അവസ്ഥ ദൈവത്വം അല്ലെങ്കിൽ ആത്മാവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പിതാവ് എന്നേക്കാൾ വലിയവൻ എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് ആത്മാവിൽ കാണുവാൻ സാധിക്കുന്നു. അതിനായി ദൈവത്തിന് സ്തോത്രം. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യം, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട്. അപ്പോൾ അവിടെ പറയുന്നു അവൻ ആരാണ്? പുത്രൻ എന്ന് ആദ്യത്തെ വേർഡിൽ നമ്മൾക്ക് മനസ്സിലാകുന്നു. അവൻ എന്ന് പറയുന്നത് ആദ്യം പുത്രൻ. അപ്പോൾ പുത്രൻ അവൻ്റെ, അതായത് ദൈവത്തിൻ്റെ, പുത്രൻ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും ആകുന്നു എന്ന് പറയുന്നു. അപ്പോൾ തത്വം, അതായത് നമ്മൾ കാണുന്നു തത്വം. മുദ്ര എന്താകുന്നു? മുദ്ര എന്ന് പറഞ്ഞാൽ അടയാളം അല്ലെങ്കിൽ അച്ചടി, അടയാളമോ നാമമോ കൊത്തിയിട്ടുള്ള മോതിരം, സ്റ്റാമ്പ്, പതകം, രൂപം കൊത്തിയ തകിട്. അപ്പോൾ നമുക്ക് ഒരു രാജാവ് ഉണ്ടെങ്കിൽ ആ രാജാവാണ് ഒരു പത്രത്തിൽ ആ മുദ്ര വെക്കുന്നതെങ്കിൽ ആ പത്രം ആ രാജാവ് തന്നെ എഴുതിയതുപോലെ ആ രാജാവിൻ്റെ മെസ്സേജ് ആകുന്നു എന്ന് പറയുന്നത് പോലെ ആരാകുന്നു? ദൈവത്തിൻ്റെ തത്വത്തിൻ്റെ മുദ്ര. തത്വം എന്ന് പറയുമ്പോൾ റെപ്രസെൻറ്റേഷൻ, അവൻ്റെ റെപ്രസെൻറ്റേഷൻ, എക്സാക്ട് റെപ്രസെൻറ്റേഷൻ ഓഫ് ഹിസ് ബീയിങ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അതായത് ദൈവത്തിൻ്റെ തന്നെ ഒരു മുദ്ര, ദൈവത്തിൻ്റെ തന്നെ എക്സാക്ട് റെപ്രസെൻറ്റേഷൻ. ദൈവം, അതായത് ആത്മാവ്, അവൻ കാണാൻ കഴിയാത്തവനാണ്. ദൈവം സകലത്തിലും നിറഞ്ഞു നിൽക്കുന്നവനാണ്. ദൈവം മനുഷ്യനല്ല, മനുഷ്യപുത്രനുമല്ല എന്ന് സംഖ്യാപുസ്തകം 23:19 പറയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കാണുവാൻ സാധിക്കാത്ത ദൈവത്തിൻ്റെ തത്വത്തിൻ്റെ മുദ്ര, അതായത് എക്സാക്ട് റെപ്രസെൻറ്റേഷൻ ഓഫ് ഹിസ് ബീയിങ്, വേറൊരു വ്യക്തിയല്ല, വേറെ ഒരു പെർസോണ അല്ല, വേറെ ഒരു പേഴ്സൺ അല്ല. അവൻ ദൈവത്തിൻ്റെ, അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യരൂപം എന്ന് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1 പറയുന്നു. അപ്പോൾ ഇങ്ങനെ ആയിരിക്കുമ്പോൾ പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. ആ ദൈവത്തിൻ്റെ എക്സാക്ട് റെപ്രസെൻറ്റേഷൻ ഓഫ് ഹിസ് ബീയിങ്, അതായത് സൃഷ്ടിയല്ലാത്ത ദൈവം, സൃഷ്ടിക്ക് കാണുവാൻ സാധിക്കാത്ത ദൈവം, സൃഷ്ടിയുടെ ഭാഗമായി സൃഷ്ടിയായി വരുന്നു. അതായത് വചനം ദൈവം ആയിരുന്നു, വചനം ജഡം ആയിത്തീർന്നു. അതുപോലെ തന്നെ നമ്മൾ കാണുന്നു മേഘസ്തംഭമായാലും അഗ്നിമേഘ തൂണുകളായാലും നമ്മൾ കാണുന്നു ദൈവം സൃഷ്ടിയുടെ രീതിയിൽ ദൈവത്തിൻ്റെ എക്സ്പ്രഷൻ, ദൈവത്തിൻ്റെ ആ ഒരു മുദ്രയെ നമുക്ക് കാണിച്ചു തരുന്നു. ഇവിടെ പറയുന്നു അതുപോലത്തെ തന്നെ ദൈവത്തിൻ്റെ എക്സാക്ട് റെപ്രസെൻറ്റേഷൻ ഓഫ് ഹിസ് ബീയിങ്. ദൈവം ഒരു മനുഷ്യനായാൽ എങ്ങനെയായിരിക്കും, അത് യേശുവിൽ കൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ
പിതാവ് തന്നെ എന്ന് വിശ്വസിക്കുന്നവൻ അവനാണ് നിത്യജീവനെ പ്രാപിക്കുന്നത്. ഇത് നമുക്ക് യോഹന്നാന്റെ പുസ്തകം 8-ാമത്തെ അധ്യായം അതിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ വായിച്ചാൽ, അല്ലെങ്കിൽ കിങ് ജെയിംസ് വെർഷനിൽ അല്ലെങ്കിൽ ഒറിജിനൽ ഹീബ്രുവിൽ പോയി വായിച്ചാൽ അവിടെ ചോദിക്കുന്നുണ്ട്, നിന്റെ പിതാവ് എവിടെ എന്ന് 19 ചോദിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും, ഞാൻ തന്നെ അവൻ. I am he. Unless you believe that I am he, you shall die in your sins. അപ്പോൾ അവൻ തന്നെ പിതാവാകുന്നു. ആത്മാവ് എന്ന നിലയിൽ അവൻ തന്നെ പിതാവാകുന്നു. തന്നെത്താൻ താഴ്ത്തിയ നിലയിൽ, അതായത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ അവൻ ദൈവമായിരിക്കെ തന്നെത്താൻ താഴ്ത്തിയവൻ, അതായത് ആത്മാവെന്ന നിലയിൽ അവൻ ദൈവമാണ്. താഴ്ത്തിയ നിലയിൽ മനുഷ്യൻ താഴ്ന്നവനാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ മനുഷ്യൻ എന്ന രൂപത്തിൽ അവൻ തൻ്റെ പ്രത്യക്ഷതയെ വരുത്തുമ്പോൾ, തൻ്റെ എക്സാക്ട് റെപ്രസെൻറ്റേഷനെ അവിടെ ഈ ഭൂമിയിൽ മനുഷ്യരുടെ മധ്യത്തിൽ കൊണ്ടുവരുമ്പോൾ, അവനെ കണ്ട്, ആ മനുഷ്യപുത്രനെ കണ്ട് വിശ്വസിക്കേണ്ടത് എന്ത്? ഞാൻ തന്നെ അവൻ എന്ന് നിങ്ങൾ വിശ്വസിച്ചില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് പറയും. ഇനി പിതാവിനെ കാണിച്ചു തരുവാനൊന്നുമില്ല. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടുമിരിക്കുന്നു, അറിഞ്ഞും ഇരിക്കുന്നു. അപ്പോൾ അവൻ തന്നെ പിതാവ് എന്നുള്ള പ്രഖ്യാപനമാണ് മത്തായിയുടെ സുവിശേഷം 16 മുതൽ ഉള്ള വാക്യം. മോശെ പർവ്വതത്തിൽ തൻ്റെ കൽപ്പനകളെ കൊടുക്കുവാൻ, 10 കൽപ്പനകളെ കൊടുക്കുവാനും അതിനോട് അനുബന്ധമായ മറ്റ് നിയമങ്ങളെ അവർക്ക് കൊടുക്കുവാനും ഇസ്രായേൽ ജീവിക്കുമ്പോൾ, ആ ഒരു കാലഘട്ടത്തിൽ ഇസ്രായേൽ പാലിക്കേണ്ട ലോസ്, മൊസൈക്ക് ലോസ്, ആ ഒരു കൽപ്പനകളെ കൊടുക്കുവാൻ വേണ്ടി അവനെ പർവ്വതത്തിൽ വിളിച്ചു. അതുപോലെ തന്നെ യേശു തൻ്റെ ശിഷ്യന്മാരെ തൻ്റെ കൽപ്പനകളെ കൊടുക്കുവാൻ വേണ്ടി പർവ്വതത്തിൽ വിളിച്ചു. ആരാണ് ആ കൽപ്പനകളെ കേട്ടത്? ശിഷ്യന്മാർ ആണ് ആ കൽപ്പനകളെ കേട്ടത്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ നമുക്കറിയാം, അവൻ ശിഷ്യന്മാരുടെ കൂടെ തന്നെ നടന്നു. പക്ഷെ അവരോട് പറയുന്നത്, പ്രവാചകന്മാർ പറഞ്ഞത് സകലതും വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്ന് പറയുന്നു. 25-ാമത്തെ വാക്യത്തിലും പിന്നെ ശേഷം 44-ാമത്തെ വാക്യത്തിലും അവരെ ഓർമ്മിപ്പിക്കുന്നു, മോശ മുതൽ തുടങ്ങി സകല പ്രവാചകന്മാരും എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. നമ്മൾ പഴയ നിയമം കാണുമ്പോൾ അവിടെ ഒരു പുത്രനെയോ അവിടെ വേറൊരു ദൈവത്തിലുള്ള വ്യക്തിയെ ഒന്നും നമുക്ക് കാണുവാൻ സാധിക്കത്തില്ല. അവിടെ യഹോവയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. യേശു വളരെ വ്യക്തമായിട്ട് പറയുന്നു, അതെല്ലാം എന്നെ കുറിച്ചുള്ളത് തന്നെ എന്ന് പറയുന്നു. അപ്പോൾ ആ ദൈവം തന്നെ പിതാവായിരിക്കെ, ആർക്കും കാണാത്തവനായിരിക്കെ അവൻ പിതാവ് തന്നെ, അവൻ സകലത്തിൻ്റെയും സൃഷ്ടിതാവ് തന്നെ, അവൻ തന്നെയും അവൻ മുഖാന്തരവും സകലതും സൃഷ്ടിക്കപ്പെട്ടു. വചനമെന്ന നിലയിൽ അവൻ മുഖാന്തരം, പിതാവെന്ന നിലയിൽ അവൻ തന്നെ സകലതും സൃഷ്ടിച്ചു. അതുകൊണ്ട് തന്നെ യെശയ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നു, ഞാൻ തന്നെ ആകാശവിധാനങ്ങളെ വിരിച്ചു എന്ന് പറയുന്ന ആര് എന്നോട് കൂടെ ഉണ്ടായിരുന്നു. സൃഷ്ടിയുടെ സകല പ്രവൃത്തിയെയും തന്നെത്താൻ ചെയ്ത ദൈവം, ഒരു ഏക ദൈവം മാത്രം, ഒരു ആത്മാവ് മാത്രം, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അവൻ തന്നെ വചനം ദൈവമായിരുന്നു, വചനം ജഡം ധരിച്ചു ഈ ലോകത്തിൽ വന്നു. അതായത് ദൈവം തന്നെത്താൻ പുത്രന്മാരുടെ രൂപത്തിൽ, അതായത് യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 1:12 പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവാൽ ജനിച്ചവരാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾ എന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ അവർ ഭൂമിയിലാണെങ്കിൽ അവർ മനുഷ്യൻ്റെ പുത്രന്മാരാണ്. അവർ ദൈവത്തിൻ്റെ ആത്മാവാൽ ജനിക്കുമ്പോഴാണ് അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുന്നത്. ആ പദവി ആത്മാവാൽ ജനിക്കുന്നത് കൊണ്ട് അവർക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ യേശു
മറിയയുടെ ഗർഭത്തിൽ ആത്മാവിൻ്റെ പ്രവൃത്തിയാൽ ജനിച്ചതുകൊണ്ട് അവൻ മനുഷ്യനായ യേശു എന്നും ദൈവപുത്രൻ എന്നും വിളിക്കപ്പെടുന്നു. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് വചനം ദൈവമായിരുന്നു, വചനം തന്നെ ജഡമായ. അപ്പോൾ അവൻ തന്നെ പുത്രനായി ലോകത്തിൽ കടന്നു വന്നു എന്ന് വളരെ വ്യക്തമായിട്ട് ആ മത്തായിയുടെ സുവിശേഷം 28 അവൻ തന്നെ പറയുന്നു. അതുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും, പിതാവിൻ്റെ കൂടെ പുത്രനെ ചേർക്കുവാൻ സാധിക്കുമോ? അവൻ തന്നെയാണ് പിതാവും അവൻ തന്നെയാണ് പുത്രനും എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് ആത്മാവാൽ ആ വചനത്തിൽ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 14 മുതൽ 16 അധ്യായം വരെ വളരെ വ്യക്തമായിട്ട് ആത്മാവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. അപ്പോൾ അനാഥർ എന്ന് പറയുമ്പോൾ പിതാവെന്ന നിലയിലാണ് അവരുടെ അടുക്കൽ വരുന്നത്. ഞാൻ നിങ്ങളിൽ ആകും, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് കൂടെ ആയിരിക്കും, ഞാൻ നിങ്ങളിൽ ആയിരിക്കും എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ പിന്നെ പറയുന്നു, പിതാവ് ആത്മാവിനെ നിങ്ങളിൽ അയക്കുമ്പോൾ ഞങ്ങൾ വന്ന് നിങ്ങളുടെ കൂടെ വാസം ചെയ്യും. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ പിതാവുമാണ് പുത്രനുമാണ് ആ ആത്മാവ് എന്ന നിലയിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കണം. റോമർക്ക് എഴുതിയ ലേഖനം അതുകൊണ്ടാണ് ആ ആത്മാവിനെ പറ്റി പറയുന്നത്. നിങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിനുള്ളവർ, നിങ്ങളിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ, നിങ്ങളിൽ ക്രിസ്തുവിനെ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ച ആത്മാവ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ അന്ത്യനാളിൽ നിങ്ങളും ഉയർക്കപ്പെടും. അതാണ് ആ ആത്മാവിൻ്റെ ഫങ്ഷൻസ്. ആ ആത്മാവ് പിതാവാണ്, ആ ആത്മാവ് സ്വപുത്രന്റെ ആത്മാവാണ്. ആ ആത്മാവ് തന്നെയാണ് അന്ത്യനാളിൽ നമ്മളെ പിന്നെയും ഉയർപ്പിക്കുന്നത്, രണ്ടാമത്തെ മരണത്തിൽ നിന്നും വിടുവിക്കുന്നത്. വീണ്ടും ജനനം പ്രാപിച്ചവർക്ക്, യേശുവിനെ പിതാവ് എന്ന് വിളിക്കുന്നവർ, അവർ പാപത്തിൽ നിന്നും രക്ഷിക്കപ്പെടും. നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും, ഞാൻ തന്നെ അവൻ എന്ന് വിശ്വസിച്ചില്ല എങ്കിൽ. വളരെ വ്യക്തമായിട്ടുള്ള വചനങ്ങളാണ്. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 28 അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്നത്, ഞാൻ തന്നെ അവൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആണ് നിങ്ങൾ സ്നാനം കഴിപ്പിച്ച് ശിഷ്യന്മാരെ ആക്കിക്കൊള്ളേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അവിടെ മിക്കവാറുമുള്ള സഭകൾ പിതാവിനെ വേറെ ഒരു വ്യക്തിയായിട്ട് കാണുന്നത് കൊണ്ട് അവിടെ ആ ഒരു വാക്യം പിന്നെയും പറഞ്ഞുകൊണ്ട് അവർ സ്നാനം കഴിപ്പിക്കുമ്പോൾ അവരുടെ വിചാരം അവർ പിതാവിനെയും ഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. അല്ല, പിതാവ് അവൻ തന്നെ എന്ന് വിശ്വസിക്കുക. അവൻ തന്നെ പിതാവെന്ന് വിശ്വസിക്കുമ്പോൾ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ വന്നിരിക്കുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 5:43 പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല. ഒരുവൻ തൻ്റെ സ്വയം നാമത്തിൽ വന്നിരുന്നു എങ്കിൽ നിങ്ങൾ അവനെ കൈക്കൊണ്ടേനെ. അതുകൊണ്ട് തന്നെ പിതാവിൻ്റെ നാമം തന്നെ പുത്രന് ലഭിച്ചു. അവൻ തന്നെ പിതാവ് ആത്മാവെന്ന നിലയിൽ എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. പരിശുദ്ധാത്മാവെന്ന നിലയിൽ അവൻ അനാഥനായി വിടാതെ സുപുത്രന്റെ ആത്മാവ് നൽകി അവൻ രക്ഷിക്കപ്പെട്ടവരിൽ വാസം ചെയ്യുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ അവൻ തന്നെ പിതാവ്, അവൻ തന്നെ പുത്രൻ എന്ന നിലയിൽ ഈ ലോകത്തിൽ വന്നു, അവൻ തന്നെ പരിശുദ്ധാത്മാവാകുന്നു. ഇതാകുന്നു യേശുവിൻ്റെ ഐഡന്റിറ്റി. മത്തായിയുടെ സുവിശേഷം 28 അധ്യായത്തിൽ 19 വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. കേട്ടവർ ശിഷ്യന്മാർ, അവർക്ക് അന്ന് അത് മനസ്സിലായില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. എന്തുകൊണ്ടെന്നാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നു, നിങ്ങൾ നഗരം വിട്ട് കടന്നു പോകരുത്, മുകളിൽ നിന്നുള്ള ശക്തിയെ ധരിപ്പീൻ, എന്നിട്ട് നിങ്ങൾ കടന്നു പോകുവീൻ എന്ന് വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനറിയാം പരിശുദ്ധാത്മാവ് വരുമ്പോൾ മാത്രമേ നാമം വെളിപ്പെടുകയുള്ളൂ.
യഹോവയുടെ നാമം എന്താകുന്നു എന്ന് പത്രോസ് യോവേൽ പ്രവചനത്തിൽ കൂടെ എന്താകുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. യഹോവ തന്നെ കർത്താവ്, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ അവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവൻ, അത് യോവേൽ പ്രവചനത്തിൽ യഹോവയുടെ നാമമാണ്. അതായത് യഹോവ തന്നെ കർത്താവ്, കർത്താവ് തന്നെ യഹോവ അഡോനായി എഖാദ്, ഒരുവൻ മാത്രം, എഖാദ് ദൈവം ഒരുവൻ മാത്രം എന്ന് 1 കൊരിന്ത്യർ 12 വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നു. അപ്പോൾ യോവേൽ പ്രവചനത്തിൽ പറഞ്ഞ ദിനം ഇത് തന്നെ. കർത്താവ്, അതായത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് പറയുന്നത് മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക സത്യ ദൈവത്തിൻ്റെ നാമം യേശു ക്രിസ്തു, യേശുവ മശിഹ എന്ന് വളരെ വ്യക്തമായിട്ട് അവർക്ക് പരിശുദ്ധാത്മാവാൽ ലഭിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പാട് തള്ളിക്കളയുന്ന ഭൂരിപക്ഷം ക്രിസ്ത്യാനികൾ ഇന്നറിയാത്തത്, അവൻ തന്നെ പിതാവെന്ന് പറയാത്തവൻ പാപത്തിൽ മരിക്കും. പാപമോചനം അവന് ലഭിക്കത്തില്ല. പാപമോചനത്തിനുള്ള സ്നാനം അവൻ ഗ്രഹിച്ചിട്ടില്ല. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം യേശു ക്രിസ്തുവിൻ്റെ നാമം എന്ന് അവർ വിശ്വസിച്ചിട്ടില്ല. അവൻ തന്നെ പിതാവ് എന്ന് വിശ്വസിക്കാത്തവൻ അവൻ പാപത്തിൽ മരിക്കും. അതുകൊണ്ട് യേശുവിൻ്റെ പേഴ്സണാലിറ്റിയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും വിശ്വസിക്കണം. ആ പേഴ്സണാലിറ്റി എന്താകുന്നു? അവൻ തന്നെ പിതാവ്, അവൻ തന്നെ പുത്രനായി ജഡം ധരിച്ച് ഈ ലോകത്തിൽ വന്നു. എക്സാക്ട് റെപ്രസെന്റേഷൻ ഓഫ് ഹിസ് ബീയിങ്. അവൻ ദൈവത്തിൻ്റെ തത്വവും മുദ്രയുമാകുന്നു. അപ്പോൾ അത് മനസ്സിലാക്കാതെ നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഏത് സ്നാനം കഴിച്ചാലും, അതായത് യേശു തന്നെ പിതാവ് ആകുന്നു, യേശു മശിഹ തന്നെ പിതാവാകുന്നു, അവൻ തന്നെ ജീവിപ്പിക്കുന്ന ആത്മാവ് ആകുന്നു, ജീവൻ നൽകുന്ന ആത്മാവാകുന്നു. 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, 2-ാമത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു. ആത്മാവായാണ് ദൈവം ആരാധിക്കപ്പെടുന്നത്. അല്ലാത്തവർ മനുഷ്യനായ യേശുവിനെ ആരാധിക്കുന്നു. പുത്രനെ ആരാധിക്കുമ്പോൾ മനുഷ്യനായ യേശുവിനെ ആരാധിക്കുന്നു. മനുഷ്യ ദൈവം മനുഷ്യനുമല്ല, മനുഷ്യപുത്രനുമല്ല. ആത്മാവായ ജീവിപ്പിക്കുന്ന ആത്മാവായ യേശു ക്രിസ്തുവിനെ മഹത്വീകരിക്കപ്പെട്ട സ്വർഗത്തിൽ ഇന്ന് ആരാധിക്കപ്പെടുന്നത്, നീ തന്നെ ഞങ്ങളെ സൃഷ്ടിച്ചു, നീ തന്നെ ഞങ്ങളെ രക്ഷിച്ചു, കുഞ്ഞാടായ ദൈവം, ആ ദൈവം തന്നെ കുഞ്ഞാടിൻ്റെ വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിൽ കടന്നു വന്ന് നമ്മുടെ രക്ഷയ്ക്കായി പ്രവർത്തിച്ചു. അവൻ തന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് അറിയുക, അവൻ്റെ ഐഡന്റിറ്റിയെ അറിയുക, അവൻ്റെ നാമത്തെയും അറിയുക. അതുകൊണ്ടാണ് പറയുന്നത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച ഏവർക്കും ദൈവപുത്രന്മാരാകുവാൻ അധികാരം ലഭിച്ചു. അവൻ്റെ പേഴ്സണാലിറ്റി, അവൻ്റെ ഐഡന്റിറ്റിയെ അറിയുക, അവൻ്റെ നാമത്തെ അറിയുക, അതിൽ വിശ്വസിച്ച് സ്നാനമേറ്റ് പാപമോചനം ലഭിച്ച് അവനുടെ മക്കളായി, അതായത് അവൻ്റെ മുദ്ര ലഭിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ഈ രക്ഷയിൽ പ്രവേശിക്കാം. ദൈവം നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു മശിഹായ്ക്ക് സകല മാനവും മഹത്വവും കരേറ്റിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവത്തിന് സ്തോത്രം, നന്ദി.